ഹലോ, ഷെന പുത്തൻകോട്ട് ഹിയർ. പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റിൻ്റെ PYQ സെഷൻസ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സെഷൻ. അപ്പം നമ്മൾ പീപ്പിൾ ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റിൻ്റെ ക്ലാസ്സസ് തീർന്നിട്ടുണ്ട്. സോ നമ്മൾ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ടു അണ്ടർസ്റ്റാൻഡ് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് GCM മോഡൽ ആർ വൈഡ്ലി യൂസ്ഡ്. ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു മോഡലാണ് GCM എന്ന് പറയുന്നത്. ആൻഡ് GCM എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതായത് നമ്മൾ ഗ്ലോബലി ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പഠിക്കാൻ ഉപയോഗിക്കുന്നൊരു മോഡലാണ് GCM. അപ്പോൾ GCMന് രണ്ട് ഫുൾ ഫോമുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷനിൽ ഗ്ലോബൽ സർക്കുലേഷൻ മോഡൽ, ജനറൽ സർക്കുലേഷൻ മോഡൽ, ഗ്ലോബൽ ക്ലൈമറ്റ് മോഡൽ, ജനറൽ ക്ലൈമറ്റ് മോഡൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് B ആൻഡ് C ആണ്. അതായത് ജനറൽ സർക്കുലേഷൻ മോഡൽ ആൻഡ് ഗ്ലോബൽ ക്ലൈമറ്റ് മോഡൽ. ജനറൽ സർക്കുലേഷൻ മോഡൽ, ഗ്ലോബൽ ക്ലൈമറ്റ് മോഡൽ, ഇതാണ് GCMൻ്റെ ഫുൾ ഫോം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ എ ബ്രീഡർ റിയാക്ടർ. അപ്പോൾ എന്താണ് ബ്രീഡർ റിയാക്ടർ എന്ന് മനസ്സിലാക്കണം. ബ്രീഡർ റിയാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ന്യൂക്ലിയർ എനർജി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തോറിയം, യുറേനിയം പോലുള്ള ആറ്റം യൂസ് ചെയ്തിട്ട്, യുറേനിയം, തോറിയം പോലുള്ള എലമെൻറ്റുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ആറ്റത്തിനെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഈ ആറ്റം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യും. ആ എനർജിയാണ് നമ്മൾ എന്തിനായിട്ട് ഉപയോഗിക്കുന്നത്? നമുക്ക് എനർജിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ സോളാർ ഒക്കെ സൺലൈറ്റിൽ നിന്ന് എനർജി എടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ആറ്റം ബ്രേക്ക് ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യും. ആ എനർജി നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ എനർജി എന്ന് പറയുക. അപ്പോൾ ന്യൂക്ലിയർ എനർജി നമ്മൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഒരു ബ്രീഡർ റിയാക്ടറിനകത്ത്, അല്ലെ, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ചേംബറിനകത്താണ് നമ്മൾ ഈ യുറേനിയം, തോറിയം പോലുള്ള എലമെൻറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ ആറ്റത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ബ്രീഡർ റിയാക്ടർ എന്ന് പറയുക. അപ്പോൾ ബ്രീഡർ റിയാക്ടറിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ABCD എന്ന് പറയുന്ന ഓപ്ഷനുള്ളത്. മോർ ഫിസൈൽ മെറ്റീരിയൽ ആർ പ്രൊഡ്യൂസ്ഡ് ദാൻ ഇറ്റ് ഈസ് കൺസ്യൂംഡ്. ലെസ് ഫിസൈൽ മെറ്റീരിയൽ ആർ പ്രൊഡ്യൂസ്ഡ് ദാൻ ഇറ്റ് ഈസ് കൺസ്യൂംഡ്. ന്യൂട്രോൺസ് ആർ സ്ലോ ഡൗൺ ബൈ മോഡറേറ്റർ. U എന്ന് പറയുന്നത് യുറേനിയം ആണ്. യുറേനിയം 238 is a fissile uranium 238, a fissile material is produced from Pu 239, a fertile material. ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് മോർ ഫിസൈൽ മെറ്റീരിയൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ദാൻ ഇറ്റ് ഈസ് കൺസ്യൂംഡ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് കൂടുതൽ ഫിസൈൽ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാണ് ദാൻ ഇറ്റ് ഈസ് കൺസ്യൂംഡ്. എന്താണ് ആ ഒരു സെൻറ്റൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ്? നമ്മളൊരു ബ്രീഡർ റിയാക്ടറിൽ നമ്മൾ കുറച്ച് ഫിസൈൽ മെറ്റീരിയൽ ആഡ് ചെയ്യും, അല്ലേ? ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? നമ്മൾ യുറേനിയം, തോറിയം പോലുള്ള ഫിസൈൽ മെറ്റീരിയൽ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിൽ നമ്മൾ യുറേനിയം, തോറിയം പോലുള്ള സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യും. അപ്പം അത് കൺസ്യൂം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആറ്റങ്ങൾ ഡിവൈഡ് ചെയ്യുകയും എനർജി റിലീസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് മോർ ഫിസൈൽ മെറ്റീരിയൽ ആർ പ്രൊഡ്യൂസ്ഡ്, അല്ലേ? പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂടുതലായിരിക്കണമല്ലോ. അതായത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂടുതലായിരിക്കണം ദാൻ ഇറ്റ് ഈസ് കൺസ്യൂംഡ്. അതായത് നമ്മളിപ്പം വിറക് ഉപയോഗിച്ചിട്ട് നമ്മൾ ചോറുണ്ടാക്കുവാണെങ്കിൽ, അതായത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴല്ലേ ആ എനർജി എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് നമ്മളിപ്പം ഒരു കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1000 ലിറ്റർ പെട്രോൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ അത് എനർജി എഫിഷ്യൻ്റ് അല്ല. അതായത് ഇത്രയും ഡിസ്റ്റൻസിലേക്ക് പോകാൻ നമുക്ക് എത്രയും കുറവ് വേണോ അതാണല്ലോ നമ്മൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലും കൺസ്യൂം ചെയ്യുന്നത് കുറവായിരിക്കണമല്ലോ. അപ്പോൾ അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബ്രീഡർ റിയാക്ടർ നമ്മൾ എന്തിനാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ നമ്മൾ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്? എന്തിനാണ്? നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂടുതലായിരിക്കണം rather than കൺസ്യൂം ചെയ്യുന്നതിനേക്കാളും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി പോയിന്റ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് വാസ് കൺസിഡേർഡ് ഡ്യൂറിങ് ദ സെക്കൻഡ് കോംപ്ലയൻസ് പീരീഡ് ഓഫ് ക്യോട്ടോ പ്രോട്ടോകോൾ അറ്റ് ദോഹ? ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ ഒരു സെക്കൻഡ് കംപ്ലയൻസ് പീരീഡ് ഉണ്ടായിരുന്നു. ആ കംപ്ലയൻസ് പീരീഡിൽ, അതായത് ഈ ക്യോട്ടോ പ്രോട്ടോക്കോൾ നടപ്പിലാക്കുമ്പോൾ 2-3 ഘട്ടങ്ങളൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് കംപ്ലയൻസ് പീരീഡിൽ, അത് ദോഹയിൽ വെച്ചിട്ടാണ് ആ സെക്കൻഡ് കംപ്ലയൻസ് പീരീഡ് വരുന്നത്. അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള
ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാണെന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് നൈട്രജൻ ട്രൈഫ്ലൂറൈഡ് അഥവാ NF3. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ സെക്കൻഡ് കംപ്ലയൻസ് പീരീഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗ്യാസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നൈട്രജൻ ട്രൈഫ്ലൂറൈഡ് അഥവാ NF3 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. Atmospheric stability is important because it determines the ability of pollutants to disperse vertically in the atmosphere. എന്താണ് ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്? നമ്മൾ മുന്നേയും ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടുണ്ട്. സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല അല്ലേ, സ്റ്റേബിൾ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം? ബിക്കോസ് ഇറ്റ് ഡിറ്റർമൈൻസ് ദി എബിലിറ്റി ഓഫ് പൊല്യൂട്ടൻസ് ടു ഡിസ്പേഴ്സ് വെർട്ടിക്കലി ഇൻ ദി അറ്റ്മോസ്ഫിയർ. അതായത് നമ്മൾ അറ്റ്മോസ്ഫിയർ സ്റ്റേബിൾ അല്ലെങ്കിൽ ഈ പൊല്യൂട്ടൻസ് ഡിസ്പേഴ്സ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയർ സ്റ്റേബിൾ അല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചോ. അറ്റ്മോസ്ഫിയർ സ്റ്റേബിൾ അല്ലെങ്കിൽ ഈ പൊല്യൂട്ടൻസ് പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഇപ്പോൾ സ്റ്റേബിൾ ആണെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വെള്ളം, നമ്മൾ കുപ്പിക്കകത്ത് ഒരു വെള്ളം എടുത്തിട്ട് നമ്മളത് കുലുക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് ഒരു ബോട്ടിലിനകത്ത് വെള്ളം ഒഴിച്ചു പഞ്ചസാര ഇട്ടു, അത് വെറുതെ വെക്കുവാണെങ്കിൽ ആ പഞ്ചസാര അലിയാൻ സമയമെടുക്കും. എന്തിനാണ് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കുന്നത് അല്ലേ? അതിൻ്റെ സ്റ്റെബിലിറ്റി കുറയുമ്പോഴാണ് ഇത് പെട്ടെന്ന് എന്താവുക, സ്പ്രെഡ് ആവുക. ഇതേ സാധനം തന്നെ അറ്റ്മോസ്ഫിയറിൽ സംഭവിക്കുന്നത്. നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കില്ലേ, ആ വെള്ളത്തിൽ ആ പഞ്ചസാര ലയിക്കാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. അപ്പോൾ അത് സ്റ്റേബിളാണ് അല്ലേ, നമ്മൾ ഇളക്കാതെ ഇരിക്കുമ്പോൾ ആ വെള്ളം സ്റ്റേബിളാണ്. അപ്പോൾ അതിനകത്ത് ഡിസ്പേഴ്സൽ കുറയും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുലുക്കും അല്ലേ. ഒരു കുപ്പിക്കകത്താണെങ്കിൽ നമ്മൾ പഞ്ചസാര ഇട്ട് കുലുക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പഞ്ചസാര മെൽറ്റാവും. അല്ലെങ്കിൽ നമ്മളൊരു സ്പൂണോ തവിയോ വെച്ചിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് ഇളക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് സ്റ്റെബിലിറ്റി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അല്ലേ, വെള്ളം സ്റ്റേബിൾ അല്ലാതെ ആവും. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഡിസ്പേഴ്സൽ സംഭവിക്കുന്നത്. ഇതേ സാധനം തന്നെയാണ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇൻ സമ്മർ സീസൺ ഇൻ ഇന്ത്യ ദി അറ്റ്മോസ്ഫിയർ ഇസ് ജനറലി സ്റ്റേബിൾ. സമ്മർ സീസണിൽ അറ്റ്മോസ്ഫിയർ സ്റ്റേബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് അല്ലേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അറ്റ്മോസ്ഫിയർ സ്റ്റേബിൾ ആവുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? അത് പൊല്യൂട്ടൻസിൻ്റെ ഡിസ്പേഴ്സ് ചെയ്യാനുള്ള എബിലിറ്റീനെ എന്ത് ചെയ്യും? ഡിറ്റർമൈൻ ചെയ്യും എന്ന് പറയുന്നത് സത്യമാണ്. സ്റ്റേബിൾ ആണെങ്കിൽ എന്തായിരിക്കും? പൊല്യൂട്ടൻസ് ഡിസ്പേഴ്സ് ആവില്ല. അൺസ്റ്റേബിൾ ആണെങ്കിലോ പെട്ടെന്ന് തന്നെ പൊല്യൂട്ടൻസ് എന്താവും? സ്പ്രെഡ് ആവും എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി സമ്മർ സീസണിൽ അറ്റ്മോസ്ഫിയർ സ്റ്റേബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അല്ല, അറ്റ്മോസ്ഫിയർ സ്റ്റേബിൾ ആയിരിക്കില്ല. കാരണം സമ്മർ സീസണിൽ എന്തായിരിക്കും? ചൂട് കൂടുന്നതിനനുസരിച്ച് ആറ്റത്തിന്, അതായത് നമ്മളിപ്പം ചൂട് കൂടുമ്പോൾ എല്ലാം വികസിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ചൂട് കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഓരോ ആറ്റവും തമ്മിലുള്ള അകലം കൂടും. ഓക്കെ, അതിനർത്ഥം എന്താണ്? സ്റ്റെബിലിറ്റി കുറയാന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് എന്താണ്, ഇത് അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള ടെൻഡൻസി വരില്ലേ വെള്ളത്തിന് അല്ലേ, നീരാവി ആവാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ വെള്ളം സ്റ്റേബിൾ ആണോ? നിങ്ങളൊരു പാത്രത്തിനകത്ത് വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആണ്. അതേസമയം നമ്മൾ ഗ്യാസ് സ്റ്റവിനകത്ത് അത് വെച്ച് കഴിഞ്ഞാലോ വെള്ളം തിളച്ചുകൊണ്ടിരിക്കും അല്ലേ, അവിടെ വെള്ളം സ്റ്റേബിൾ ആണോ? അല്ല. അപ്പോൾ ചൂട് കൂടുന്തോറും എന്താണ്? സ്റ്റെബിലിറ്റി കുറയുകയാണ് ചെയ്യുക, സ്റ്റേബിൾ ആവുമല്ല ചെയ്യുക. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഫോൾസ്. നമ്മുടെ ആൻസർ എന്തായിരിക്കും? സി ആയിരിക്കും. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേബിൾ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഹെൽപ്സ് ഇൻ. സ്റ്റേബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്തിനു സഹായിക്കും? അക്യുമുലേഷൻ ഓഫ് ദി എയർ പൊല്യൂട്ടൻസ് അല്ലേ. നിങ്ങൾ ഒരു കുപ്പിക്കകത്ത് നിങ്ങൾ മണ്ണും വെള്ളവും കൂടെ മിക്സ് ചെയ്തു കുലുക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ മണ്ണും വെള്ളവും മിക്സ് ആയിക്കൊണ്ടേയിരിക്കും. അതേസമയം നമ്മൾ അതിനെ സ്റ്റേബിൾ ആക്കിയിട്ട് വെക്കുകയാണെങ്കിലോ ഈ മണ്ണ് താഴത്തോട്ട് അക്യുമുലേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ആകുമ്പോൾ ഈ പൊല്യൂട്ടൻസ് ഒക്കെ എന്താവും? താഴത്തേക്ക് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം സ്റ്റേബിൾ അല്ലെങ്കിലോ ഈ പൊല്യൂട്ടൻസ് എന്താവും? സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് ഏറ്റവും നല്ലത് എന്താണ്? സ്റ്റേബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനാണ്. പൊല്യൂട്ടൻസിനെ അക്യുമുലേറ്റ് ചെയ്യാനും പൊല്യൂട്ടൻസ് ഡിസ്പേഴ്സ് ചെയ്യാതിരിക്കാനും നല്ലത്. ഓക്കെ, ഇനി സോളാർ വാട്ടർ സ്റ്റിൽ ഇസ് എ ഡിവൈസ് യൂസ് ടു ഡീസാലിനേറ്റ് ഓഷ്യൻ വാട്ടർ. എന്തിനാണ് ഡീസാലിനേറ്റ് ചെയ്യുന്ന ഓഷ്യൻ വാട്ടർ? സാലിനേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഉപ്പ്. ഡീസാലിനേറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അതിൻ്റെ ഉപ്പ് വെള്ളത്തിനെ ശുദ്ധീകരിക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ സോളാർ വാട്ടർ സ്റ്റിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉപ്പ് വെള്ളത്തിനെ ശുദ്ധീകരിച്ച് നമുക്ക് കുടിവെള്ളമാക്കിയിട്ട് മാറ്റാം. അതിനുപയോഗിക്കുന്നൊരു പ്രോസസ്സാണ് സോളാർ വാട്ടർ സ്റ്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, സെവൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം. Given below are two statements. One is labeled as assertion and the other is labeled as reason.
അപ്പോൾ ഇത് കുറേ മുന്നേ ചോദിച്ചിരുന്നൊരു പാറ്റേൺ ആണ്. അസേർഷൻ റീസൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇപ്പോൾ അധികം ചോദിച്ച് കണ്ടിട്ടില്ല. ഒരു 2020 മുന്നേ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഈവൻ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനാണെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കാണാൻ പറ്റുക. രണ്ട് ടൈപ്പും ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക. അസേർഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്നുള്ളത് നോക്കുക. പിന്നെ റീസൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ നോക്കുക. ഈ റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത് അസേർഷന് കറക്റ്റ് ആയിട്ടുള്ള റീസൺ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇതാണ് ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് അസേർഷൻ നോക്കാം. ബയോമാസ് ഈസ് കൺസിഡേർഡ് ആസ് കാർബൺ ന്യൂട്രൽ. എന്താണ് കാർബൺ ന്യൂട്രൽ? എത്ര കാർബണാണോ നമ്മൾ പുറത്തേക്ക് വിടുന്നത് അത്രയും കാർബൺ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കാർബൺ ന്യൂട്രൽ എന്ന് പറയാം. അതായത് ഞാൻ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നുണ്ടോ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് ഞാൻ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ കാർബൺ ന്യൂട്രൽ ആണെന്ന് പറയാം. അപ്പോൾ ബയോമാസ് കാർബൺ ന്യൂട്രൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കാം. ഇനി റീസൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ദി എമൗണ്ട് ഓഫ് കാർബൺ ദേ എമിറ്റ് ഈസ് ഈക്വൽ ടു ദി എമൗണ്ട് ഓഫ് കാർബൺ ദേ ഹാവ് കൺസ്യൂം ഡ്യൂറിങ് ദ ലൈഫ് ടൈം. ഓക്കെ, അപ്പോൾ കാർബൺ ന്യൂട്രൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ ഇതാണെങ്കിലാണ് കാർബൺ ന്യൂട്രൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ്? ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ആർ. അതായത് ബയോമാസ് എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ന്യൂട്രൽ ആണ്. എന്തുകൊണ്ടാണ് ഇത് കാർബൺ ന്യൂട്രൽ ആണെന്ന് പറയുന്നത്? എത്രത്തോളം കാർബൺ ആണോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്രത്തോളം കാർബൺ അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കാർബൺ ന്യൂട്രൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബയോമാസ് എന്ത് തന്നെയാണ്? കാർബൺ ന്യൂട്രൽ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു. എന്താണ് ഈ ഹാർഡ്നെസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്? ഹാർഡ് വാട്ടർ, നിങ്ങൾ ഈ സോപ്പൊക്കെ പതയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും അല്ലേ? അതായത് വാട്ടറിനൊരു ഹാർഡ്നെസ് ഉണ്ടാവുന്ന വെള്ളം. നോർമലി ഇപ്പം നമ്മൾ ഈ കുഴൽക്കിണറിലൊക്കെ കിട്ടുന്ന വെള്ളത്തിന് ഹാർഡ്നെസ് കൂടുതലായിരിക്കും. അതിനകത്ത് ഒത്തിരി എലമെൻസും മിനറൽസും ഒക്കെ കൂടുതലാവുന്ന കാരണമാണ് ഗാഢത എന്നാണ് ഇത് പറയാം മലയാളത്തിൽ അല്ലേ? അപ്പോൾ വെള്ളത്തിന് ഗാഢത കൂടിക്കഴിഞ്ഞാൽ അത് സോപ്പൊക്കെ പതയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിനൊരു ചൊവയുണ്ടാവും. നമ്മളിപ്പോൾ കുടിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കുഴൽക്കിണറിലെ വെള്ളത്തിന് ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഈ ഹാർഡ്നെസ് കാരണമാണ്. അപ്പോൾ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ് വെള്ളത്തിന് ആ ഹാർഡ്നെസ് ഉണ്ടാവുന്നതെന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് ഡ്യൂ ടു കാറ്റയോൺസ് ഇൻ ദ വാട്ടർ. അപ്പോൾ എന്താണ് ഈ കാറ്റയോൺസ്? പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലേ? അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് വെള്ളത്തിനകത്ത് കൂടുതലാവുമ്പോഴാണ് വെള്ളത്തിന് ഗാഢത അനുഭവപ്പെടുന്നത് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഈ ഗാഢത ഉണ്ടെങ്കിൽ വെള്ളം എന്താണ്? നമുക്ക് കുടിക്കാനും പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുളിക്കുകയാണെങ്കിൽ ഹാർഡ് വാട്ടർ ആണെങ്കിൽ സോപ്പ് പതയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി 9th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് പൊല്യൂട്ടൻ കോസസ് അഗ്രവേഷൻ ഓഫ് റെസ്പിറേറ്ററി ഡിസീസ് ആൻഡ് അറ്റ്മോസ്ഫറിക് ഡിസ്കളറേഷൻ? ഇതിനകത്ത് ഏത് പൊല്യൂട്ടൻ്റാണ് റെസ്പിറേറ്ററി ഡിസീസിനും അതുപോലെ തന്നെ അറ്റ്മോസ്ഫറിക് ഡിസ്കളറേഷനും കാരണമാവുന്നത് എന്നാണ് ചോദ്യം. നൈട്രജൻ ഓക്സൈഡ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് 10th ക്വസ്റ്റ്യൻ നോക്കാം. ഡിസോൾവ്ഡ് ഓക്സിജൻ ഈസ് എസെൻഷ്യൽ ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് വാട്ടർ ബോഡീസ് ഓർ സോഴ്സസ്? അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ വെള്ളത്തിൽ ഓക്സിജൻ ഡിസോൾവ് ആവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ ഉപയോഗിക്കുന്ന ആരാണ്? ഇപ്പം ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണ്, അതിനകത്ത് ഓക്സിജൻ ഡിസോൾവ് ആയിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. കുടിക്കുന്ന വെള്ളത്തിനകത്ത് ഓക്സിജൻ ഡിസോൾവ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ എവിടെയാണ് ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ ആവശ്യമായിട്ട് വരുന്നത്? ഇപ്പം അതിനകത്ത് ഇപ്പം ഞാനൊരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഞാനൊരു ഫൈറ്റർ ഫിഷിനെ വളർത്തുവാണ്. ആ ഫൈറ്റർ ഫിഷിന് ശ്വസിക്കണം എന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം? ഓക്സിജൻ വേണം. അപ്പം അവിടെ ആ വെള്ളത്തിനകത്ത് ഡിസോൾവ്ഡ് ഓക്സിജൻ അനിവാര്യമാണ്. കാരണം ഈ ആനിമലിന് അല്ലെങ്കിൽ ഈ ഒരു ഫിഷിന് സർവൈവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണം. അപ്പോൾ അവിടെ ഡിസോൾവ്ഡ് ഓക്സിജൻ ആവശ്യമാണ്. അപ്പോൾ കുടിവെള്ളത്തിൽ എന്തിൻ്റെ ആവശ്യമില്ല? ഡിസോൾവ്ഡ് ഓക്സിജൻ വേണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താണ്? കുടിക്കാനുള്ള വെള്ളത്തിനകത്ത് ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസോൾവ്ഡ് ഓക്സിജൻ എസെൻഷ്യൽ ആവുന്നത് ഏത് വാട്ടർ ബോഡിയിലാണെന്നാണ് ചോദ്യം. റിവർ വാട്ടർ വേണോ? വേണം. കാരണം അവിടെ ഒത്തിരി പ്ലാന്റ്സും ഫിഷസും ഒക്കെ ഉണ്ട്. ലേക്ക് വാട്ടർ, ലേക്കിലും ഉണ്ട്. ടാപ്പ് വാട്ടർ വേണോ? ടാപ്പ് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ കുടിക്കാൻ യൂസ് ചെയ്യുന്നതാണ്, അതിനകത്ത് ആവശ്യമില്ല. അണ്ടർഗ്രൗണ്ട് വാട്ടറും എന്താണ്? അതിനകത്ത് മീനും കാര്യങ്ങളൊക്കെ ഉണ്ടാവോ? ഇല്ല. അത് നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വെള്ളമാണ് അല്ലേ? അപ്പോൾ ടാപ്പ് വാട്ടറിലും അണ്ടർഗ്രൗണ്ട് വാട്ടറിലും ഒന്നും എന്ത് വേണ്ട? ഡിസോൾവ്ഡ് ഓക്സിജൻ വേണ്ട. പോണ്ട് വാട്ടർ, പോണ്ട് എന്ന് പറയുമ്പോൾ കുളമാണ് അല്ലേ? കുളത്തിനകത്തും ഈ പറയുന്ന മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതിനകത്തൊക്കെയാണ് നമുക്ക് ഡിസോൾവ്ഡ് ഓക്സിജൻ ആവശ്യമായിട്ടുള്ളത്? എ, ബി ആൻഡ് ഇ. സിക്കും ഡിക്കും വേണ്ട. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ. അപ്പോൾ എന്താണ് ഡിസോൾവ്ഡ് ഓക്സിജൻ, അതിൻ്റെ പേർപ്പസ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ ഈ ആൻസറിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യൂട്ടോ പ്രോട്ടോക്കോൾ നമ്മൾ നേരത്തെ കണ്ട സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. സെക്കൻഡ് കംപ്ലയൻസ് പീരീഡിൽ വരുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാണെന്നാണ് ചോദ്യം. നൈട്രജൻ ട്രൈഫ്ലൂറൈഡ്. അത് ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which of the following is an example of negative feedback in the context of climate change? അപ്പോൾ എന്താണ് ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണമല്ലോ. അപ്പം നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇസ് എ മെക്കാനിസം വെയർ എ ചേഞ്ച് ഇൻ വൺ പാർട്ട് ഓഫ് ദി ക്ലൈമറ്റ് സിസ്റ്റം റെഡ്യൂസസ് ഓർ റിവേഴ്സസ് ദി ഇനീഷ്യൽ ചേഞ്ച്. അതായത് ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യുവാണ്, മറ്റൊരു ഭാഗത്തിന് റെഡ്യൂസ് ചെയ്യുകയോ റിവേഴ്സ് ചെയ്യുകയോ ചെയ്യുക. അതായത് ഇനീഷ്യൽ ചേഞ്ചിനെ റെഡ്യൂസ് ചെയ്യുകയോ റിവേഴ്സ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. എർത്തിൻ്റെ സർഫസ് വാം ചെയ്യുകയാണെങ്കിൽ, എർത്തിൻ്റെ സർഫസ് വാം ചെയ്യുകയാണെങ്കിൽ, ചൂടാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവാപ്രേഷൻ ഇൻക്രീസ് ചെയ്യും. അതെന്ത് സംഭവിക്കും? ഇറ്റ് ക്യാൻ ലീഡ് ടു മോർ ക്ലൗഡ് ഫോർമേഷൻ. അങ്ങനെ മോർ ക്ലൗഡ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ആ ഇനീഷ്യൽ എന്താണ്? സർഫസ് ചൂടാവുന്നു അല്ലേ? എർത്തിൻ്റെ സർഫസ് ചൂടാവുന്നു. ആ ചൂടാവുക എന്നുള്ളതാണ് ഇനീഷ്യൽ ചേഞ്ച്. അതെന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ ചൂടായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ ഇവാപ്രേഷൻ സംഭവിക്കും അല്ലേ? ചൂടാവുക എന്ന് പറയുമ്പോൾ കൂടുതൽ ഇവാപ്രേറ്റ് ചെയ്യും. കൂടുതൽ ഇവാപ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കൂടുതൽ ക്ലൗഡ് ഉണ്ടാവും അല്ലേ? ഇപ്പം നമ്മൾ ഇവാപ്രേഷൻ ആണല്ലോ ക്ലൗഡ് ഫോം ചെയ്യുന്നത് അല്ലേ? നമ്മളിപ്പം നമ്മുടെ സർഫസ് ചൂടായി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മൊത്തത്തിലുള്ള ഭൂമിയുടെ ചൂട് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കൂടുതൽ ഇവാപ്രേഷൻ നടക്കും. അതായത് ചൂട് കൂടുമ്പോൾ എല്ലാ വാട്ടർ ബോഡിയിലും എന്ത് സംഭവിക്കും? വെള്ളം കൂടുതൽ ചൂടായി അത് കൂടുതൽ നീരാവിയായി പോവും. ഇത് നീരാവിയായി പോകുമ്പോൾ എന്താ സംഭവിക്കുക? മുകളിലേക്ക് ആകാശത്തിൻ്റെ അതായത് മുകളിലേക്ക് പോകുന്തോറും അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തിൻ്റെ മുകളിലേക്ക് പോകുന്തോറും ഇതെന്ത് സംഭവിക്കും? ഈ നീരാവി എന്താണ്? തണുത്തുറഞ്ഞ് മേഘമായി മാറും. ഈ മേഘം ആയി മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്താ അത് സംഭവിക്കുക? പിന്നെ മഴ പെയ്യും. അപ്പോൾ സർഫസിൻ്റെ ചൂട് കുറയും. അതായത് ഒരു ഇനീഷ്യൽ ചേഞ്ച് എന്ത് ചെയ്യും? മറ്റൊരു ചേഞ്ചിലേക്ക് കൊണ്ടുവരും. അതെന്താ ചെയ്യണത്? ഈ ഇനീഷ്യൽ ചേഞ്ചിന് റിവേഴ്സ് ചെയ്യും. നേരത്തെ ചൂട് കാരണം പിന്നെ എന്തുണ്ടായി? അറ്റ്മോസ്ഫിയർ ചൂടായിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നത്? ഈ പ്രോസസ്സൊക്കെ സംഭവിച്ചിട്ട് ലാസ്റ്റ് എന്ത് സംഭവിക്കും? അറ്റ്മോസ്ഫിയർ തണുക്കും. കാരണം മഴ പെയ്യുമല്ലോ. മനസ്സിലായില്ലേ? അതായത് അറ്റ്മോസ്ഫിയർ ചൂടാവുമ്പോൾ ഇവാപ്രേഷൻ ഉണ്ടാവും. ഇവാപ്രേഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ ക്ലൗഡുകൾ ഉണ്ടാവും. കൂടുതൽ ക്ലൗഡ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? മഴ പെയ്യും. മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സർഫസ് ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ആദ്യം സംഭവിച്ചതിൻ്റെ റിവേഴ്സ് ഉണ്ടാവും എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്? ക്ലൈമറ്റ് ചേഞ്ചിൽ നെഗറ്റീവ് ഫീഡ്ബാക്കിന് എക്സാമ്പിൾ ആയിട്ടുള്ളത് ഇതിനകത്ത് ഏതാണെന്നാണ് ചോദ്യം. നോക്കാം. ഓഷ്യൻ റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദി എയർ. വാർമിംഗ് ഇൻക്രീസസ് water vapor in warming increases is water vapor in air. Snow cover, there is an error in that option B. So let's not consider that option. നമുക്ക് C നോക്കാം. Snow cover loss and ice shelf melt reduce sun's reflection. Snow cover ഐസ് മെൽറ്റ് ആവുമ്പോൾ സൺ റിഫ്ലക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഗ്ലോബൽ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഡ്യൂ ടു ഗ്ലോബൽ വാർമിംഗ്. ഇതിനകത്ത് ഏതാണ് നെഗറ്റീവ് ഫീഡ്ബാക്കിന് ഉദാഹരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഏതായിരിക്കാനാണ് സാധ്യത? ഓപ്ഷൻ എ ആണ്. എന്തുകൊണ്ടാണെന്ന് പറയാം. ഓഷ്യൻസ് റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദി എയർ. ഓഷ്യൻസ് എയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്നു. അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണല്ലോ. ഒന്ന് മറ്റൊന്നിനെ റിമൂവ് ചെയ്യുന്നതായിരിക്കണം. അതായത് ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ വാർമിംഗ് ഇൻക്രീസസ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻക്രീസ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കില്ല. ഇനി റെഡ്യൂസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും. പക്ഷേ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്നോ കവർ ആണോ സൺ റിഫ്ലക്ഷനെ കുറയ്ക്കുന്നത്? അല്ല, അത് ഐസ് ഷെൽഫ് മെൽറ്റ് ചെയ്യും, അത് സൺ റിഫ്ലക്ഷൻ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അത് ഇൻ ടേൺ പിന്നെയും എന്ത് ചെയ്യുന്നില്ല? സ്നോ കവർ കൂട്ടുന്നില്ല. അതായത് ഇനീഷ്യലി നടക്കുന്നതിനെ ചേഞ്ച് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഓഷൻ എന്താ ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ എയറിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു.
എയറിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും എന്ത് സംഭവിക്കുന്നു, തിരിച്ച് വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഓഷ്യനിലേക്ക് പോകുന്നുണ്ട്, അതായത് കാർബൺ സിങ്ക് വഴി. അപ്പോൾ അത് വീണ്ടും തിരിച്ച് ആ പ്രോസസ്സ് റിവേഴ്സലായിട്ട് വരുന്നുണ്ട്. സോ ഓഷ്യൻ റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം എയർ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പം ഒരു കാര്യം ഓർത്തിരിക്കുക, നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്രോസസ്സിനെ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അതായത് ഓഷ്യൻ റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം എയർ എന്ന് പറയുന്നത് വീണ്ടും തിരിച്ചത് സംഭവിക്കും. അതായത് ഓഷ്യൻ എന്താ ചെയ്യണത്, കാർബൺ ഡൈ ഓക്സൈഡിനെ കാർബൺ സിങ്ക് എന്ന് പറയുന്ന ഒരു ഫിനോമിന ഉണ്ട്. അതിലെന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നത് എവിടേക്കാണ്, ഓഷ്യനിലേക്കാണ്. അതുകൊണ്ടാണ് ഓഷ്യൻ ഒരു കാർബൺ സിങ്ക്. നമ്മൾ സിങ്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കിച്ചണിൽ നമ്മൾ സിങ്ക് ഉണ്ട്. എന്താ സിങ്കിൻ്റെ പ്രോസസ്സ്, നമ്മൾ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ വെള്ളം താഴത്തോട്ട് പോകുന്നതാണ് അല്ലേ സിങ്ക് എന്ന് പറയുന്നത്. അതേ പ്രോസസ്സ് തന്നെയാണ് ഓഷ്യനിൽ സംഭവിക്കുന്നത്. എല്ലാ കാർബൺ ഡൈ ഓക്സൈഡും ഒരു സിങ്ക് പോലെ ഓഷ്യനിലേക്കാണ് പോകുന്നത്. അതാണ് കാർബൺ സിങ്ക് എന്ന് പറയുന്നത്. ഇനി ഈ കാർബൺ ഡൈ ഓക്സൈഡ് പിന്നീട് എന്താണ്, ഈ നീരാവിയായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. അത് വീണ്ടും എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിനെ കൂട്ടും. അപ്പം നേരത്തെ പറഞ്ഞ ഈ സാധനം കുറയ്ക്കുമെന്ന് പറഞ്ഞ സാധനം വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, സോ 12 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ഒരു 12 ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടും.